വാക്ക് പാലിക്കാൻ CM അനുമതിയില്ലാതെ ചെയ്യാവുന്ന മോഡിഫിക്കേഷനുകൾ, അതായത് ഓൾട്രേഷൻ. നമ്മളതിനെക്കുറിച്ച് നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് യുവാക്കൾ കാത്തിരുന്ന ആ ഒരു ദിവസം വന്നെത്തി. മോഡിഫിക്കേഷനുകൾക്ക് അനുമതി. ഇനിയിപ്പോൾ എന്താ പറയുക, വിസ്മയ ലോകത്ത് ഇനി യുവാക്കൾക്ക് ഇങ്ങനെ പാറി പറക്കാം. അപ്പോൾ എന്തൊക്കെയാണത് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ശന, എന്തൊക്കെയാണ് അതിനകത്ത് വന്നിട്ടുള്ള മോഡിഫിക്കേഷനുകൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞാൽ നോട്ടെ. അതായത് മോഡിഫിക്കേഷൻ ഇപ്പോൾ അനുമതി കൊടുത്തിട്ടുണ്ട്. അതായത് സാധാരണ രീതിയിലെ കുറേ മോഡിഫിക്കേഷൻസ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന അതുപോലത്തെ മോഡിഫിക്കേഷൻ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഒരു മാറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനകത്ത്. എന്താണെന്നുള്ളത് നോക്കുന്നു, വായിച്ചു നോട്ടും. അതായത് അതായത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് സാധാരണ നമ്മൾ ചെറിയ ചെറിയ അക്സസറീസ് ഈ കാറിൽ ഫിറ്റ് ചെയ്യുന്ന ഈ സീറ്റ് കവർ അങ്ങനെയുള്ള സംഭവങ്ങൾ, സ്റ്റിയറിംഗ് കവർ, അതൊക്കെ ഉണ്ട്. അത് നേരത്തെ ഉള്ളതാണല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു അതിലൊരു മാറ്റം വരുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ കാറിൽ സ്റ്റിക്കേഴ്സും അതുപോലെ ഇന്റീരിയർ ലൈറ്റ്സും അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ. സ്റ്റിക്കർ, ഇന്റീരിയർ ലൈറ്റ്, പിന്നെ പെയിന്റിനുണ്ടോ? ഇല്ല, ആ ഇന്റീരിയർ ലൈറ്റും സ്റ്റിക്കേഴ്സും ആണ് ഇപ്പോൾ നിലവിൽ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഗ്ലാസ് ഉണ്ടല്ലോ, കൂളിംഗ് ഗ്ലാസ് എനിക്ക് തോന്നുന്നത് 40% 30% ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ 50 ആക്കി തോന്നുന്നു. അത് നേരത്തെ മാറ്റിയതാണെന്ന് അറിയില്ല. പക്ഷെ എന്നാലും ആ ഒരു മോഡിഫിക്കേഷൻസ് തന്നെയാണ് പോകുന്നത്. നമ്മുടെ യുവാക്കൾ ഉദ്ദേശിച്ച മോഡിഫിക്കേഷൻ ഇതല്ല. അത് വന്ന തീരെ അപകടമാണ്. അത് അപകടമായ, പക്ഷെ വാക്ക് കൊടുത്തത് ഇങ്ങനെയല്ലല്ലോ അല്ലേ? ഇതല്ലല്ലോ വാക്ക് കൊടുത്തത്. ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്താം എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷെ യുവാക്കൾ ചിന്തിച്ചതും വേറെയാണ്. പക്ഷെ ഇപ്പൊ വന്നതെന്ന് പറഞ്ഞാൽ നിലവിലുള്ള മോഡിഫിക്കേഷനെ ചെറുതായിട്ടൊന്ന് പോളിഷ് ചെയ്തു എന്ന് പറയാം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ച മോഡിഫിക്കേഷൻ?